നമസ്കാരം. എല്ലാ ദിവസവും രാവിലെ ഏറെക്കുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. ഇന്നലെ നമ്മളുടെ മാർക്കറ്റ് അതിശക്തമായ രീതിയിൽ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു ഫോൾ രേഖപ്പെടുത്തി. ഇൻട്രാഡേ ഹൈയിൽ നിന്ന് 500 പോയിൻറ്റിൻ്റെ ഒരു ഫോളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നാൽ ഈ ഒരു ബിയർ പാർട്ടിയിൽ ഇന്ത്യൻ മാർക്കറ്റ് മാത്രമല്ല, യൂറോപ്യൻ മാർക്കറ്റും എസ്പെഷ്യലി US മാർക്കറ്റും പങ്കെടുത്തു എന്നുള്ളതാണ്. അതായത് ഇന്ത്യൻ മാർക്കറ്റ് മാത്രമല്ല ഫോളായത്. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം US മാർക്കറ്റിലും ഒരു വലിയൊരു ഇടിവുണ്ടായിട്ടുണ്ട്. അത് കാരണം ഇപ്പോൾ ഏഷ്യൻ മാർക്കറ്റിലും ഒരു വലിയൊരു ഇടിവുണ്ടായിട്ടുണ്ട്. നമ്മൾ ഒറ്റക്കല്ല, എല്ലാ ആളുകളും കൂടെയുണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഗ്ലോബൽ മാർക്കറ്റ് നമുക്ക് പരിശോധിക്കാം. ഏറ്റവും താഴെ നോക്കാം. ഏറ്റവും താഴെ US വിക്സ് ഇന്നലെ 6% സ്പൈക്ക് ഉണ്ടായി. കാരണം നാസ്ഡാക്ക് ടെക്നോളജി ഇൻഡെക്സ് 1.5% ഇടിവ്, 225 പോയിൻ്റ് ഇടിഞ്ഞു. ഡോ 475 പോയിൻ്റ് ഇടിഞ്ഞ് 1.5% തന്നെ ഇടിവ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഡോ ഫ്യൂച്ചർ ഫ്ലാറ്റാണ്. ഇന്ത്യ വിക്സ് ഇന്നലെ 4.5% സ്പൈക്ക് ഉണ്ടായി, 14.45 എന്ന നിലയിലാണ്. ബിറ്റ്കോയിൻ 1170 പോയിൻറ്റിന് റാലി ഉണ്ടാക്കി 43,584. MOEX റഷ്യൻ മാർക്കറ്റ് ഗ്രീനിൽ ക്ലോസ് ചെയ്തു. യൂറോപ്യൻ മാർക്കറ്റ് മിക്സ്ഡ് ആയിരുന്നു. എന്നാൽ ഇപ്പോൾ നിക്കി ജപ്പാൻ മാർക്കറ്റ് 1.5% അഥവാ 511 പോയിൻറ്റിൻ്റെ ഒരു ഇടിവ്. കോസ്പി കൊറിയൻ മാർക്കറ്റ് ഫ്ലാറ്റ് ഇടിവാണ്. ചൈന നെഗറ്റീവാണ്. ഓസ്ട്രേലിയ നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണ്. ഏറ്റവും ടോപ്പിൽ കാണാം ഗോൾഡ് $2033 പെർ ഔൺസ് എന്ന നിലയിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ കണ്ട പോലെ തന്നെ നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം US മാർക്കറ്റിൽ എസ്പെഷ്യലി ഒരു വലിയൊരു ഇടിവാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ഗിഫ്റ്റ് നിഫ്റ്റി എവിടെയാണ് എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കറൻറ്റ് മന്തിലെ ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ട്രേഡ് ചെയ്യുന്നത്, ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിൽ നിന്നും കുറച്ച് പോയിൻ്റ് ഇടിഞ്ഞിട്ടുണ്ട്. അതായത് യെസ്റ്റർഡേ ക്ലോസ് എന്ന് കാണാം. അതായത് 3:30 ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ലെവലാണ്. അതിനുശേഷം 3:30 ശേഷം ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നുണ്ടല്ലോ. അതിനുശേഷം ട്രേഡ് ചെയ്ത് ക്ലോസിങ്ങിൽ നിന്നും വീണ്ടും ഫോളോ ചെയ്ത് ഏകദേശം 192 പോയിൻ്റ് ഫോളോ ചെയ്ത് 21,064 ഗിഫ്റ്റ് നിഫ്റ്റിയുടെ നിൽപ്പ് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഇനി US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ ഇൻഫോസിസ് ഇടിഞ്ഞു 2% വിപ്രോ 2% ഇടിഞ്ഞു. ICICI ബാങ്ക് 2% മുകളിൽ ഇടിഞ്ഞു. HDFC ബാങ്ക് 1% ഇടിഞ്ഞു. ഡോക്ടർ റെഡ്ഡി 2.25% റിലയൻസ് 1.25% ഇടിവ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. യുഎസിലെ മേജർ ടെക്നോളജി കമ്പനീസിൻ്റെ കാര്യം എടുക്കുമ്പോൾ എല്ലാം ഇടിവിലാണ്. ഗൂഗിൾ 1.5% റാലി രേഖപ്പെടുത്തിയത് ഒഴിച്ച് ബാക്കി എല്ലാ ടെക്നോളജി കമ്പനീസിലും ഇടിവ് രേഖപ്പെടുത്തി. ടെസ്ലയൊക്കെ 4% വരെ ഇടിവ് തുടർന്നു. ഇനി പ്രധാനമായിട്ടും FISൻ്റെ ആക്ടിവിറ്റീസാണ്. ഇൻഡെക്സ് ഫ്യൂച്ചറിൽ അവർ 65% ലോങ് പൊസിഷൻ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഷോർട്ട് പൊസിഷൻ 35 കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇൻഡെക്സ് ഫ്യൂച്ചറിൽ അവരുടെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ആണ് FISൻ്റെ. എന്നാൽ ക്യാഷ് മാർക്കറ്റിൽ FIS ഇന്നലെ 1322 കോടി രൂപയ്ക്ക് സെല്ല് നടത്തി. DIs അതിൻ്റെ ഏകദേശം ഒരു 3 ഇരട്ടി ബൈ നടത്തിയിട്ടുണ്ട്, 4754. അപ്പോൾ ഇന്നലെ FISൻ്റെ ഭാഗത്ത് നിന്ന് സ്വാഭാവികമായിട്ടും സെല്ലിംഗ് ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും കുറവായിരുന്നു. അതിൻ്റെ 3 ഇരട്ടി DIs ബൈ ചെയ്തു. മേ ബി റീറ്റെയിലേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു പാനിക് സെല്ലിംഗ് ആണ് ഇന്നലെ ഏറ്റവും കൂടുതൽ നടന്നത്. ഇനി സ്റ്റോക്കിംഗ് ന്യൂസിലേക്ക് വരികയാണെങ്കിൽ ആസ്ട്രസെനിക്ക ഫാർമ ഇന്ത്യയിലെ ലീഡിംഗ് ഫാർമ സെക്ടറിലുള്ള കമ്പനിയാണ്. ബ്രസ്റ്റ് ക്യാൻസറിന് വേണ്ടിയിട്ട് ഒരു പുതിയ മെഡിസിൻ അവർ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. മസഡോൺ ഡോക് ഷിപ്പ് ബിൽഡേഴ്സ് കമ്പനിക്ക് 1614 കോടി രൂപയുടെ ഒരു ഓർഡർ കിട്ടിയതായിട്ട് കമ്പനി അറിയിച്ചു. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പ്രമോദ് അഗർവാൾ പുതിയ ചെയർമാനായിട്ട് നിയമിച്ചു. ICICI ബാങ്ക് സന്ദീപ് ഭട്ടായ വീണ്ടും എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് നിയമിക്കാൻ RBI അപ്രൂവൽ നൽകി. ഇന്ത്യ പെസ്റ്റിസൈഡ് കമ്പനിക്ക് യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗത്തു നിന്നൊരു പുതിയ ഒരു സർട്ടിഫിക്കേഷൻ ലഭിച്ചു. ഇനോക്സ് ഇന്ത്യ ഇന്ന് ലിസ്റ്റ് ചെയ്യും. BSEയിലും NSEയിലും ലിസ്റ്റ് ചെയ്യും. ഏകദേശം 75% വരെ ലിസ്റ്റിംഗ് ഗെയിൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. 660 രൂപയായിരുന്നു ഇഷ്യൂ പ്രൈസ് ഉണ്ടായിരുന്നത്. കിട്ടിയ ആളുകളെല്ലാം തന്നെ വൈകിട്ട് കമൻറ്റ് ചെയ്യണം, ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യണം. അൾട്രാടെക് സിമെൻറ്റ് കമ്പനി ഇവർ ക്ലീൻ മാക്സ് ടേര എന്ന് പറഞ്ഞ കമ്പനിയിൽ ഏകദേശം ഒരു
20 കോടി രൂപ മുടക്കിയിട്ടുണ്ട്, അക്വയർ ചെയ്തിട്ടുണ്ട്. ടെക്സ്മാക്കോ റെയിൽ, ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗത്തു നിന്ന് 1374 കോടി രൂപയുടെ ഓർഡർ കിട്ടി. മണാലി പെട്രോ അവരുടെ മണാലിയിലുള്ള പെട്രോ പ്ലാന്റിൻ്റെ പ്രവർത്തനം പുനരാരംഭിച്ചു. ടാറ്റ മോട്ടോഴ്സിൻ്റെ പുതിയ ഫേസ് ലിഫ്റ്റ് ചെയ്ത സഫാരി ഹാരിയറിന് ഭാരത് NCP 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയതായിട്ട് അറിയിച്ചു. മറ്റുള്ള ന്യൂസുകൾ ടെലിഗ്രാമിൽ ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിൽ ടെലിഗ്രാമിൻ്റെ ലിങ്ക് ഉണ്ട്, ശ്രദ്ധിക്കുക. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു. ബൈ ഓൾ.